നിളയൊഴുകും വഴിയിൽ പുണ്യം പകർന്ന തിരുമൂർത്തി മലയിൽ നിന്ന് തിരുനാവായയിലേക്ക് മഹാമേരു രഥയാത്രയെത്തി. കുംഭമേളയുടെ സന്നിധിയിൽ രഥത്തിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. പാലക്കാട് ജില്ലയിലെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം കുറ്റിപ്പുറത്തെത്തി ഇവിടെ സ്വീകരണത്തിന് ശേഷമാണ് രഥത്തെ തിരുനാവായയിലെത്തിച്ചത്. മുത്തുകുടകളും താലപ്പൊലിയും വാദ്യഘോഷവുമായി നൂറുകണക്കിന് ഭക്തർ ഘോഷയാത്രയോടെയാണ് രഥത്തെ സ്വീകരിച്ചത്. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, താനൂർ അമൃതാനന്ദമയി മഠാധിപതി അതുല്യാമൃത പ്രാണ, ഗുരുവായൂർ ഷിർദി സായി മന്ദിരത്തിലെ മൗനയോഗി സ്വാമി ഹരിനാരായണൻ എന്നിവർ ചേർന്ന് രഥത്തെ സ്വീകരിച്ചു. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ കെ ദാമോദരൻ, ചീഫ് കോർഡിനേറ്റർ കെ കേശവദാസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെത്തിയ ശ്രീചക്രത്തെ ശബരിമല മുൻ മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി ആരതിയൊഴിഞ്ഞ് പൂജിച്ചു. ഇവിടെ നിന്ന് നദിയിലൊരുക്കിയ യജ്ഞശാലയിലെത്തിച്ച ശ്രീചക്രം പ്രതിഷ്ഠിച്ചു. വൻ ജനത്തിരക്കാണ് പ്രദേശത്തുണ്ടായത്. താൽക്കാലിക പാലത്തിലൂടെ ഭക്തർ യജ്ഞശാലയിലെത്തി. ഇവിടെ പൂജകളിലും നില ആരതിയിലും പങ്കെടുത്താണ് ഭക്തർ മടങ്ങിയത്. രഥയാത്രയുടെ ഭാരതപ്പുഴയൊഴുകുന്ന പ്രദേശങ്ങളിലൂടെയാണ് തിരുനാവായയിലെത്തിയത്. പാലക്കാട് പ്രവേശിച്ചതു മുതൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങളുണ്ടായിരുന്നു. രഥത്തിൽ കിടാവിളക്കും സ്ഥാപിച്ചിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തരെത്തിച്ച ദീപങ്ങൾ കിടാവിളക്കിൽ ലയിപ്പിച്ചു. ദീപങ്ങളെത്തിച്ച ഭക്തസംഘങ്ങൾക്ക് സംഘാടക സമിതി ആൽവൃക്ഷ തൈകളും നൽകി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.